സ്കൂളിൽ പോയി വന്ന വഴി ഇവിടെ ഇരുന്നതാണ് കേട്ടോ. സ്കൂളിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അവിടെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. ഈ സാരി എടുത്തിട്ടായിരുന്നു ഡാൻസ് കേട്ടോ. വന്ന വഴിക്ക് ഇവിടെ ഇരുന്നു, നല്ല ഫുഡും ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി കിട്ടിയെങ്കിൽ എന്ന്. അച്ചുമോൻ എൻ്റെ മനസ്സറിയുന്ന പോലെ ദേ നല്ലൊരു കട്ടൻ കാപ്പി എനിക്ക് ഉണ്ടാക്കി തന്നിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇനി സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള കുറേ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ഒതുക്കി വെക്കുകയാണ് കേട്ടോ. സ്കൂൾ വിട്ട് വന്നാൽ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും ഒക്കെ കഴുകി ഞാൻ ഇതിലാണ് കമഴ്ത്തി വെക്കാറ്. അത് എളുപ്പമാണ് കേട്ടോ എടുക്കാനായിട്ട്. അതുകൊണ്ട് ദേ അതൊക്കെ ഒന്നുകൂടെ കഴുകി വൃത്തിയാക്കി വെക്കുകയാണ്. എല്ലാവരും സ്കൂളിന് തുറക്കുന്നതിന് മുൻപുള്ള പണികളൊക്കെ തുടങ്ങിയോ? അപ്പോൾ ഇതാ ഇവിടെയൊക്കെ ഞാൻ കുറേ വലിച്ചു വാരി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്, എൻ്റെ മുടിയിൽ കണ്ടോ ഒരു റൗണ്ട്. അതെന്താണെന്നറിയോ? ബണ്ണൊന്നല്ല, ടച്ചുമോ സെല്ലോ ടേപ്പിന്റെ റിങ് കൊണ്ടിട്ടതാണ്. ഞാൻ മറന്നുപോയി. അത് ഇപ്പോഴാണ് ഞാൻ കാണുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ സെറ്റി വൃത്തിയാക്കാണ്. ഈ സംഭവം ഞാൻ എക്സിബിഷനിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. 100 രൂപയുള്ളൂ. ഇങ്ങനെ ആക്കിയെടുത്താൽ അതിലുള്ള പൊടിയൊക്കെ വരും. ഇത് ഞാൻ ബേക്കിംഗ് സോഡ ഇട്ടതാണ് കേട്ടോ. അവിടെ കുറച്ച് അധികം അഴുക്കുണ്ടായിരുന്നു അതുകൊണ്ട്. അപ്പോൾ ദാ ഇതിൽ ഇതുപോലെ ഇതിന്റെ പൊടി കിട്ടും. ഇപ്പൊ കിട്ടിയിരിക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. ഇതില്ലെങ്കിലും അതിലെ പൊടി നമുക്ക് ഇതുപോലെ കിട്ടും കേട്ടോ. അപ്പോഴാണ് പാറമോൾ അമ്മയെ എനിക്ക് വിശക്കുന്നേന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ ദേ മൂവാണ്ടമാങ്ങ കഴുകി അരിഞ്ഞ് ഇതുപോലെ ഒരു പ്ലേറ്റിലിട്ട് കൊടുക്കും കേട്ടോ. ഇത് നമ്മുടെ മാവിൽ തന്നെ ഉണ്ടായ മാങ്ങയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ദേ ഞാനൊരു കഷ്ണം കഴിച്ചു, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പാറമോള് വേഗം ഒരു കഷ്ണം എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ വീണ്ടും പ്ലേറ്റ് കൊണ്ട് കൊടുക്കുമ്പോൾ ആ ഊഞ്ഞാലിരുന്ന് കഴിക്കുകയാണ്. ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പാറമോൾ അവിടെ ഇരുന്ന് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും മാങ്ങ വീഴുന്ന ശബ്ദം കേട്ടു. പോയി നോക്കിയപ്പോൾ മാങ്ങ വീണിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. അങ്ങനെ മേലൊക്കെ കഴുകി ഞങ്ങൾ ഇഡ്ഡലി സാമ്പാറും കഴിക്കുകയാണ്. അച്ചുമോനൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അങ്ങനെ ഞാനും പാറമോളും കൂടി ഇഡ്ഡലി സാമ്പാറൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ സ്കൂള് തുറക്കുന്നതിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. എല്ലാവരും സ്കൂൾ തുറക്കുന്നതിന് മുമ്പുള്ള എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞോ? അപ്പൊ പാറമോൾക്ക് കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങിക്കാനുണ്ട് കേട്ടോ. പാറമോൾക്കും അച്ചുമോനും അതും കൂടി വാങ്ങണം. ബാക്കി എല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ബുക്കും യൂണിഫോമും സംഭവങ്ങളൊക്കെ.